വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമുക്കൊരു 1 ഡേ ട്രിപ്പ് ഓർ 2 ഡേ ട്രിപ്പിന് വരാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ പാലക്കാട് ഫോർട്ടാണ്. പാലക്കാട് കോട്ട, അവിടെ ഹനുമാൻ കോവിലുണ്ട്. നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം രാവിലെ തന്നെ. അതിന് ശേഷം നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ കാണാനുണ്ട്. നമ്മുടെ ഗാർഡൻ പോലെയും ജയില് അങ്ങനെ കുറേ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ പാലക്കാട് കൊടുവായൂർ മീനാക്ഷിപുരം ഹൈവേ കിണത്തുപറമ്പു കുന്നത്തുരുമേട് ചിറ്റൂർ തത്തമംഗലം പാലക്കാട് കേരള അവിടെ ആയിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പക്ഷെ നിങ്ങൾ എന്തായാലും ഈ ഒരു പാലക്കാട് ഫോർട്ടിൽ തന്നെ ഫസ്റ്റ് നിങ്ങളുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ യാത്ര തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് പറയാൻ. പിന്നെ നമ്മുടെ മലമ്പുഴ, അത് മസ്റ്റ് വിസിറ്റബിൾ ആണ്. മലമ്പുഴ ഡാമുണ്ട്. അതുപോലെ തന്നെ മലമ്പുഴയിൽ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഫ്ലവർ ഷോ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമാണ് ഫ്ലവർ ഷോയും. അതുപോലെ തന്നെ അവിടെ കാണാൻ തന്നെ മലമ്പുഴ ഡാം കണ്ടിട്ട് വരാൻ തന്നെ വളരെ ഒരു ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ. പിന്നെ അവിടെ കുറേ കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ നിറയെ ഓടിക്കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അഡ്വഞ്ചറായിട്ടും ഐറ്റംസ് അവിടെ കുറേ ഉണ്ട്. അതേപോലെ ഇറങ്ങി നമ്മൾ കൊല്ലംകോട്ടേക്ക് വരണം. കുടിലിടത്തിലോട്ട് വരിക. കുടിലിടത്തിൽ കാണാൻ വേണ്ടി കുറേ ഉണ്ട്. നമ്മുടെ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാലം ഇങ്ങനത്തെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. അവിടെ ഫോട്ടോ ഫ്രെയിംസുകളും കുടിലുകളും പിന്നെ ഏറുമാടം, അതേപോലെ തന്നെ മെയിൻ എൻട്രൻസ് ആയിട്ടൊരു വാതിൽ, അതുപോലെ കാളവണ്ടി, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. എന്തായാലും മസ്റ്റ് വിസിറ്റബിൾ ആണ് കുടിലിടം. അപ്പോൾ കുടിലിടം നിങ്ങൾ ഒഴിവാക്കരുതേ. പാലക്കാട് ട്രിപ്പിൽ 1 ഡേ ട്രിപ്പിൽ ഇത്രയൊക്കെ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. പാലക്കാട് ഫോർട്ടും ഇതിൻ്റെ ലൊക്കേഷൻ കുടിലിടത്തിന് പൊള്ളാച്ചി റോഡ്, ചിക്കമംഗഴ, കൊല്ലങ്കോട്, കേരള അവിടെയാണ്. അപ്പം മസ്റ്റ് വിസിറ്റബിൾ ആണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. മലമ്പുഴയിൽ എന്തായാലും നിങ്ങൾ പോകണം. പാലക്കാട് ഫോർട്ടിലും അതേപോലെ തന്നെ കുടിലിടം ആൻഡ് നെല്ലിയാമ്പതി നിങ്ങൾ ഓൾസോ മറക്കരുത്. ഇത്രയും പോകാൻ പറ്റുമോ? സീതാകുറുണ്ട്, നെല്ലിയാമ്പതി, പോത്തുണ്ടി ഡാം, ഇവിടെയൊക്കെ ഒരു ദിവസം സെപ്പറേറ്റ് നമ്മൾ 2 ദിവസം 2 ഡേ ട്രിപ്സിനായിരിക്കും കൂടുതലും ഇത് പറ്റുക. 1 ഡേ ട്രിപ്പിന് നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞത്രേ പറ്റുള്ളൂ. വേണമെങ്കിൽ ഒന്ന് സീതാകുറുണ്ട് കാണാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ പറ്റും, കൊല്ലംകോടുള്ള അത് പറ്റുകയാണെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ നെല്ലിയാമ്പതിയിൽ നിങ്ങൾ എന്തായാലും ഒരു ദിവസം എടുത്തിട്ട് നമ്മൾ നെല്ലിയാമ്പതിയിലും സീതാർകുണ്ടിലും അതേപോലെ തന്നെ പോത്തുണ്ടി ഡാം ഇവിടെയെല്ലാം മീനമ്പാറ, പാഡിഗിരി ഇവിടെയെല്ലാം നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന മറക്കാതെ ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാണ്ടിരിക്കണം. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് അയക്കണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ദേ നമ്മൾ ഇവിടെ നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. നല്ല രസമുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ നെല്ലിയാമ്പതി. നല്ല മഞ്ഞും തണുപ്പുമായിട്ട് എൻ്റെ അമ്മ. പിന്നെ സീതാർകുണ്ട് വാട്ടർഫാൾസ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 1 ഡേ ട്രിപ്പിൽ സീതാർകുണ്ട് വാട്ടർഫാൾസ്, പുണക്കാട്, കൊല്ലങ്കോട് ഒന്ന് പോയി കണ്ടിട്ട് വരാനൊക്കെ പറ്റുകയാണെങ്കിൽ സീതാർകുണ്ട് നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വരണം. അപ്പം പാലക്കാട് ഫോർട്ടും അതേപോലെ തന്നെ മലമ്പുഴയും പിന്നെ കുടിലിടവും അതേപോലെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം പോത്തുണ്ടി ഡാം കേട്ടോ. ഞാൻ നിർബന്ധിക്കില്ല. പോത്തുണ്ടി ഡാമിൽ വെറുതെ നമുക്ക് കുട്ടികൾക്ക് പറ്റിയ അഡ്വഞ്ചർ ആയിട്ടുള്ള മെയിൻ എൻട്രൻസ് ഒക്കെ കാണാനും അഡ്വഞ്ചർ പാർക്കും പോത്തുണ്ടി ഡാമും നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. അത് കാരണം വേണ്ടി മാത്രമാണ് ഞാൻ അവിടേക്കൊന്ന് പോത്തുണ്ടി ഡാമിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ കുടിലിടം കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ നമുക്ക് സീതാർകുണ്ട് കാണാം, നെല്ലിയാമ്പതിയൊക്കെ കാണണമെങ്കിൽ ചുരമൊക്കെ കയറി പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വേണം. ഇതൊരു 2 ഡേ ട്രിപ്പായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. 1 ഡേ ട്രിപ്പിന് ഞാൻ പറഞ്ഞ പകുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോട്ട്സ് മാത്രം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ നെന്മാറ വഴിയിൽ പോവുകയാണെങ്കിൽ എലവഞ്ചേരി വ്യൂ പോയിൻറ്റ്, നെല്ലിയാമ്പതിക്ക് പോകുന്നവരുണ്ടെങ്കിൽ എലവഞ്ചേരി വ്യൂ പോയിൻറ്റ്, നെന്മാറ വഴിയാണ് നിങ്ങൾ നെല്ലിയാമ്പതിക്ക് പോകുന്നുണ്ടെങ്കിൽ എലവഞ്ചേരി വ്യൂ പോയിൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെ നമുക്ക് കൂളായി നിൽക്കാൻ പറ്റും. അപ്പം എന്തായാലും എലവഞ്ചേരി വ്യൂ പോയിൻറ്റും കൂടി നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങൾ തമിഴ്നാട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവും കൂടി കണ്ടിട്ട് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.